എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ രക്തം പുരണ്ട റോസാപ്പൂക്കൾ എന്ന കഥയുടെ അടുത്ത ഭാഗമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നിർത്തിയ ആ വലിയ രഹസ്യത്തിന്റെ ചുരുളുകൾ ഇന്ന് അഴിയുകയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അധ്യായം 5. ചതിയുടെ വിത്തുകൾ. കൊച്ചി നഗരം മെല്ലെ ഒരു പുതിയ പ്ലാനിന്റെ പുകമറയിലേക്ക് നീങ്ങുകയായിരുന്നു. തോട്ടം ബംഗ്ലാവിലെ ആ രാത്രിക്ക് ശേഷം ആര്യന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം അവന്റെ അടുത്ത അനുയായികൾ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. എപ്പോഴും ജാഗരൂകനായിരുന്ന ആര്യന്റെ കണ്ണുകളിൽ ഇപ്പോൾ മീരയോടുള്ള കരുതലായിരുന്നു പ്രധാനം. അവന്റെ സാമ്രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ ഈ മാറ്റം ചർച്ചയായി. ആര്യന്റെ സംഘത്തിലെ ഏറ്റവും വിശ്വസ്തനായ ആളായിരുന്നു സഞ്ജയ്. ആര്യൻ ഈ ലോകത്തേക്ക് ചുവടുവെച്ച കാലം മുതൽ അവന്റെ നിഴലായി കൂടെയുള്ളവൻ. എന്നാൽ സഞ്ജയുടെ മനസ്സിൽ ഇപ്പോൾ അധികാരത്തോടുള്ള അത്യാഗ്രഹം വേരുപിടിച്ചു തുടങ്ങിയിരുന്നു. നഗരത്തിന് പുറത്തുള്ള ഒരു വിജനമായ ഗോഡൌണിൽ അർദ്ധരാത്രിയിൽ സഞ്ജയ് ഒരാളെ കാത്തുനിന്നു. ഇരുട്ടിൽ നിന്ന് ഷെരീഫിന്റെ വലങ്കയ്യായ അബ്ബാസ് പുറത്തു വന്നു. സഞ്ജയ്, നീ എടുത്ത തീരുമാനം ശരിയാണ്. ആര്യൻ ഇപ്പോൾ പഴയ ആര്യനല്ല. അവൻ ആ പെണ്ണിന്റെ പ്രണയത്തിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു. ഒരു ഗ്യാങ്സ്റ്റർക്ക് പ്രണയം ബാധിതയാകുമ്പോൾ അവന്റെ സാമ്രാജ്യം തകരാൻ അധികം സമയം വേണ്ട, അബ്ബാസ് പതുക്കെ പറഞ്ഞു. സഞ്ജയ് സിഗരറ്റ് വലിച്ചെറിഞ്ഞു. ആര്യൻ എനിക്ക് സഹോദരനെ പോലെയായിരുന്നു. പക്ഷെ അവനിപ്പോൾ ബിസിനസ് ശ്രദ്ധിക്കുന്നില്ല. മീരയെ രക്ഷിക്കാൻ വേണ്ടി അവൻ നമ്മുടെ രഹസ്യ താവളങ്ങൾ ഓരോന്നായി ശത്രുക്കൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ്. അവൻ ഇങ്ങനെ പോയാൽ നമ്മൾ എല്ലാവരും ജയിലിലാകും. അപ്പോൾ നീ തയ്യാറാണോ? അബ്ബാസ് ഒരു ബാഗ് നീട്ടി. അതിൽ നിറയെ പണവും പുതിയ പാസ്പോർട്ടും ഉണ്ടായിരുന്നു. അടുത്ത ഷിപ്മെന്റ് എത്തുമ്പോൾ ആര്യനെ ഒറ്റപ്പെടുത്തുക, ബാക്കി ഞങ്ങൾ നോക്കിക്കൊള്ളാം. സഞ്ജയ് ആ ബാഗ് വാങ്ങി. ചതിയുടെ ആദ്യ വിത്ത് അവിടെ മുളച്ചു കഴിഞ്ഞിരുന്നു. ബംഗ്ലാവിൽ മീരയും ആര്യനും പുതിയൊരു ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുകയായിരുന്നു. ആര്യൻ തന്റെ ആയുധങ്ങൾ കുറയ്ക്കാൻ ശ്രമിച്ചു തുടങ്ങി. മീര അവനെ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ആര്യൻ, നമുക്ക് ഈ മാസം അവസാനം എവിടെയെങ്കിലും ദൂരേക്ക് യാത്ര പോയാലോ? മീര ചോദിച്ചു. ആര്യൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. പോകാം മീര. ഈ അടുത്ത ഡീല് കൂടി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം കിട്ടും. സഞ്ജയ് എല്ലാം നോക്കിക്കൊള്ളും. അവനെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ആര്യന്റെ ആ വിശ്വാസമായിരുന്നു അവന്റെ ഏറ്റവും വലിയ ബലഹീനത. സഞ്ജയ് അകത്തെ വിവരങ്ങൾ ഓരോന്നായി ഷെരീഫിന് കൈമാറിക്കൊണ്ടിരുന്നു. ആര്യന്റെ സുരക്ഷാ വലയത്തിലെ വിള്ളലുകൾ ശത്രുക്കൾ തിരിച്ചറിഞ്ഞു. 2 ദിവസങ്ങൾക്ക് ശേഷം ആര്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരക്ക് നീക്കം നടക്കേണ്ട രാത്രി. തുറമുഖത്തിനടുത്തുള്ള ഗോഡൌണിൽ ആര്യൻ നേരിട്ട് എത്തേണ്ടതായിരുന്നു. എന്നാൽ സഞ്ജയ് അവനെ തടഞ്ഞു. ഭായ്, അങ്ങോട്ട് പോകേണ്ട. അവിടെ പോലീസ് പരിശോധനയുണ്ടെന്ന് വിവരം കിട്ടി. ഞാൻ പോയി എല്ലാം സെറ്റിൽ ചെയ്യാം. നിങ്ങൾ മീരയുടെ കൂടെ ഇരിക്കൂ, സഞ്ജയ് വിശ്വസ്തയോടെ പറഞ്ഞു. ആര്യൻ അത് വിശ്വസിച്ചു. പക്ഷെ അന്ന് രാത്രി ആര്യന്റെ 3 പ്രധാന ഗോഡൌണുകൾ ഷെരീഫിന്റെ ആളുകൾ ആക്രമിച്ച് തകർത്തു. ആര്യന്റെ 10ഓളം വിശ്വസ്തരായ ആളുകൾ കൊല്ലപ്പെട്ടു. ചരക്കുകൾ മുഴുവൻ കൊള്ളയടിക്കപ്പെട്ടു. വാർത്തയറിഞ്ഞ ആര്യൻ ഞെട്ടിപ്പോയി. തന്റെ സാമ്രാജ്യത്തിന് നേരെ ഇത്രയും വലിയൊരു ആക്രമണം നടന്നിട്ടും തന്റെ ചാരന്മാർ എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് അവൻ അത്ഭുതപ്പെട്ടു. ആര്യൻ ഉടൻ തന്നെ തന്റെ പ്രധാന ആളുകളെ വിളിച്ചുകൂട്ടി. സഞ്ജയ് അവിടെയുണ്ടായിരുന്നു, മുഖത്ത് വലിയ ദുഃഖം അഭിനയിച്ചുകൊണ്ട്. നമ്മുടെ ഇടയിൽ തന്നെ ഒരു ചാരനുണ്ട് ഭായ്. ആരോ വിവരങ്ങൾ ചോർത്തിയിരിക്കുന്നു. സഞ്ജയ് ആര്യന്റെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു. ആര്യൻ ഓരോരുത്തരെയും സൂക്ഷിച്ചു നോക്കി. അവന്റെ കണ്ണുകളിൽ പഴയ ആ ക്രോധം തിരികെ വന്നു. എന്റെ ചോര കുടിക്കുന്ന ആ വഞ്ചകൻ ആരാണെങ്കിലും അവനെ ഞാൻ ഈ നഗരത്തിന്റെ നടുവിൽ വെച്ച് വിചാരണ ചെയ്യും. സഞ്ജയ്, നീ അന്വേഷണം തുടങ്ങൂ. സഞ്ജയ് പതുക്കെ പുറത്തിറങ്ങി ഷെരീഫിനെ വിളിച്ചു. ആര്യൻ സംശയിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി വൈകിക്കൂടാ. അടുത്ത ആക്രമണം അവന്റെ ബംഗ്ലാവിന് നേരെ വേണം. മീരയെ ഇല്ലാതാക്കിയാൽ അവൻ തകർന്നു പോകും. സഞ്ജയ് കരുതുന്നത് ആര്യൻ പ്രണയത്തിൽ അന്ധനാണെന്നാണ്. പക്ഷേ ആര്യൻ തന്റെ രഹസ്യ ഇന്റലിജൻസ് വിഭാഗത്തെ സഞ്ജയ് അറിയാതെ രംഗത്തിറക്കിയിരുന്നു. ചതിയുടെ മണം ആര്യൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. അർദ്ധരാത്രിയിൽ സഞ്ജയ് ബംഗ്ലാവിന്റെ പിൻവാതിൽ തുറന്നിട്ടു. ഷെരീഫിന്റെ കൊലയാളി സംഘം നിശബ്ദമായി അകത്തു കടന്നു. മീര ഉറങ്ങിക്കിടക്കുന്ന മുറി ലക്ഷ്യമാക്കിയാണ് അവർ നീങ്ങിയത്. എന്നാൽ മുറിയിൽ വെളിച്ചം തെളിഞ്ഞപ്പോൾ ശത്രുക്കൾ ഞെട്ടിപ്പോയി. അവിടെ മീര ഉണ്ടായിരുന്നില്ല. പകരം കയ്യിൽ ലോഡ് ചെയ്ത തോക്കുമായി ആര്യൻ അവരെ കാത്തുനിൽക്കുകയായിരുന്നു. സഞ്ജയ്, നീ ഇത്ര വേഗം എന്നെ തള്ളിക്കളയുമെന്ന് ഞാൻ കരുതിയില്ല. ആര്യന്റെ തണുത്ത ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. പുറകിൽ നിന്ന് സഞ്ജയ് തോക്കുമായി കടന്നുവന്നു. ക്ഷമിക്കണം ഭായ്, എനിക്ക് അധികാരമില്ലാത്ത ഈ ജീവിതം മതിയായി. നിങ്ങൾ മീരയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെങ്കിൽ അത് ഇന്ന് തന്നെയാകട്ടെ. ആര്യന്റെ വിശ്വസ്തനായ സുഹൃത്ത് അവന് നേരെ ട്രിഗർ അമർത്താൻ തയ്യാറായി നിൽക്കുകയാണ്. ചതിയുടെ വിത്തുകൾ ഒരു വലിയ യുദ്ധത്തിന് വഴിമാറിയിരിക്കുന്നു. സഞ്ജയുടെ ചതി വെളിപ്പെട്ടിരിക്കുന്നു. ആര്യൻ തന്റെ സഹോദരനെ പോലെ കണ്ടവൻ ഇന്ന് അവന്റെ മരണത്തിനായി തോക്കു ചൂണ്ടി നിൽക്കുന്നു. മീര എവിടെയാണ്?
ആര്യൻ ഈ കെണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അധോലോകത്തെ ആ പഴയ സിംഹം വീണ്ടും ഗർജിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.